ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം. അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതിമോദം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന 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 നാഥ ആരാധന. ഈശോയുടെ സാന്നിധ്യം കണ്ടു ആരാധന ഈശോയുടെ സന്നിധിയിൽ ആരാധന നാഥ ആരാധന. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒരിക്കൽ ഇങ്ങനെയാണ് പറഞ്ഞത്: ദൈവപുത്രൻ അൾത്താരയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മനുഷ്യൻ പേടിച്ച് വിറയ്ക്കുകയും ലോകം പ്രകമ്പനം കൊള്ളുകയും സ്വർഗത്തിലാകെ അതിശക്തമായ ചലനമുണ്ടാവുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധ കുർബാനയെ കണ്ട ഏതൊരു വിശുദ്ധനും ഈ ഒരു മനോഭാവത്തോടെയാണ് അതിനു മുമ്പിലായിരുന്നത്. സർവശക്തനായവൻ ഏറ്റവും നിസ്സാരനായി ഒരപ്പത്തിൻ്റെ രൂപത്തിലേക്ക് ചുരുങ്ങി വന്നു. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ അദ്ദേഹം താഴ്മയോടെ പറയുന്നുണ്ട്: ദൈവിക സമാനതയെല്ലാം ദൈവം കൈവിട്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷനായി. കുരിശുമരണത്തോളം അവൻ തന്നെ താഴ്ത്തി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പൗലോസ്ലീഹ ഇന്ന് ആ ലേഖനഭാഗം തുടരുകയാണെങ്കിൽ ഇത്രയും കൂടി എഴുതി ചേർക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും അവൻ തന്നെ ചെറുതാക്കിക്കൊണ്ട് ശൂന്യനാക്കിക്കൊണ്ട് ഒരപ്പത്തിലേക്ക് ചുരുങ്ങി, ഒരപ്പത്തിലേക്ക് ഒതുങ്ങി. അതാണ് ഈശോ. ആ പരിശുദ്ധനായവനെ കണ്ടുകൊണ്ട് ഹൃദയത്തിൽ അവനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി അവനെ ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. ചേർന്ന് പാടാം. ആരാധന
ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനകളെയും ആവശ്യങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ സ്വർഗവാസികളോടും ചേർന്ന്, എല്ലാ വിശുദ്ധരോടും ചേർന്ന്, എല്ലാ മാലാഖമാരോടും ചേർന്ന് എൻ്റെ ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങോട്ട് പരിശുദ്ധമായ സാന്നിധ്യത്തെ ഓർത്ത് ഈ ചെറിയ അപ്പത്തിലേക്ക് സർവശക്തനായ അവിടുന്ന് ചെറുതായി വന്നതിനെ ഓർത്ത്, ഞങ്ങളെല്ലാവരും തിരുസന്നിധിയിലേക്ക് വിളിച്ചതിനെ ഓർത്ത്, ഈ ആരാധനയിലേക്ക് ഞങ്ങളെല്ലാം കൂട്ടി നിർത്തിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോയെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തെ നോക്കിക്കൊണ്ട് ഒരു സ്വസ്ഥമായി ശാന്തമായി ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ഫ്രാൻസിസ് ഡി സെയിൽസ് പറയുന്നത് ഇങ്ങനെയാണ്: സക്രാരിയിലെ ഈശോയെ ഒരു ദിവസം 1000 പ്രാവശ്യമെങ്കിലും സന്ദർശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദിവ്യകാരുണ്യമായി നമ്മുടെ ഇടയിൽ വസിക്കുന്ന ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ അവിടുന്ന് എത്രയോ ചെറിയവനായി, എത്രയോ എളിമപ്പെട്ടും എത്രയോ നിസ്സാരമായി മാറി എന്ന് നമുക്ക് ഓർക്കാം. നമ്മുടെ അഹങ്കാരങ്ങളെയും നമ്മുടെ ധാർഷ്ട്യങ്ങളെയും നമ്മുടെ കടിപിടുത്തങ്ങളെയെല്ലാം ഉപേക്ഷിക്കുവാൻ ഈശോയുടെ ഈ ശൂന്യവൽക്കരണം, ഈ പരിശുദ്ധ കുർബാന നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് അവകാശപ്പെടാൻ ഒന്നുമില്ല എന്ന് നമുക്ക് ഓർക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 16-ാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. എന്നോടും നിന്നോടും ഈശോ പറയുകയാണ്: നീ അല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തത്. എന്തിനു വേണ്ടിയാണ് ഈശോ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക: തന്നോടുകൂടി ആയിരിക്കുവാൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തന്നോടുകൂടി ആയിരിക്കുക. അങ്ങനെ ഈശോയുടെ കൂടെ ആയിക്കഴിയുമ്പോൾ പിന്നെ പ്രസംഗിക്കാൻ അയക്കപ്പെടും. തിന്മയുടെ മേലെ, പൈശാചി ശക്തിയുടെ മേലെ അധികാരം അവിടുന്ന് നമുക്ക് നൽകും. നമ്മൾ ചെലവിടുന്ന നിമിഷങ്ങൾ, ആരാധനയുടെ സമയം, ഈശോയുടെ ഈ ആവശ്യം നിറവേറ്റുന്ന, ഈശോയുടെ ഈ നിർദ്ദേശം അനുസരിക്കുന്ന, ഈശോയുടെ കൂടെ ആയിരിക്കുന്ന നിമിഷങ്ങളാണ് എന്ന് നമുക്ക് ഓർക്കാം. നമ്മെ തന്നെ ശക്തിപ്പെടുത്തുവാൻ, നമ്മെ തന്നെ ബലപ്പെടുത്തുവാൻ, നമ്മെ തന്നെ സൗഖ്യപ്പെടുത്തുവാൻ, അതിലെല്ലാം ഉപരിയായിട്ട് നമ്മെ വിശുദ്ധീകരിക്കുവാനുള്ള നിമിഷങ്ങളാണ് ഈ ആരാധന സമയമെന്ന് നമുക്ക് താഴ്മയോടെ ഓർക്കാം. ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വാക്യം ഇതാണ്: നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും. നമുക്ക് ഈ വചനമൊന്ന് ഏറ്റുപറഞ്ഞ്, ഈ വചനമൊന്ന് ഏറ്റു പ്രാർത്ഥിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം.
നിങ്ങൾ നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും. കർത്താവായ ഈശോയെ, അങ്ങയോട് ചേർന്നിരിക്കുന്ന ഈ ആരാധനാ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയോട് ചേർന്നിരുന്നു കൊണ്ട് അവിടുത്തെ കൃപയും അനുഗ്രഹവും സൗഖ്യവും വിശുദ്ധിയും നേടുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകത്തിൽ 14:11 ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ശരണപ്പെടുന്നു. ഈശോയെ ശരണപ്പെടുന്ന നിമിഷങ്ങൾ, നമ്മുടെ ഈശോയെ ചേർന്നിരിക്കുന്ന നിമിഷങ്ങൾ, എൻ്റെ ഉള്ളിനെ ഈശോ സ്പർശിക്കട്ടെ. ആഴത്തിൽ എന്നെ ഒന്ന് തൊടണമേ. ആഴത്തിൽ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വെളിപ്പെടുത്തണമേ. എൻ്റെ ജീവിതത്തെ മുഴുവനും നിൻ്റേതാക്കി മാറ്റണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കണമേ. എന്നെ സ്പർശിക്കണമേ, ഇടപെടണേ. എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. എൻ്റെ സ്വകാര്യതയില്, എൻ്റെ രഹസ്യ ഭാവങ്ങളില്, എൻ്റെ ചിന്തകളില് അവിടുന്ന് ഇടപെടണമേ. എൻ്റെ സംസാരത്തിലും പ്രവൃത്തിയിലും എൻ്റെ ബന്ധങ്ങളില് ഈശോയെ ഇടപെടണമേ. ആഴത്തിലെന്നോടും ഇടപെടണേ. നീ ഇടപെടുമ്പോൾ എന്നിൽ മാറ്റമുണ്ടാകും. ഞാൻ ഒരു പുതിയ വ്യക്തിയായി മാറട്ടെ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ഏറ്റവും ശക്തമായി, ആരിലും ശ്രേഷ്ഠമാ, മറ്റെല്ലാവരിലും ഉപരിയായി, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, മറ്റൊരു ശക്തിക്കും പറ്റാത്ത വിധത്തിൽ, ആരിലും ശ്രേഷ്ഠമാ, ഒരു തിന്മയിലേക്കും പോകാത്ത രീതിയിൽ ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ഒത്തിരി ആഗ്രഹത്തോടെ, ആഴത്തിലെന്നോടും ഒത്തിരി താല്പര്യത്തോടെ ഇടപെടണേ. നീ സ്പർശിക്കേണ്ട വേദികളുണ്ട്, ആത്മാവിലെന്നോടും നീ ഇടപെടേണ്ട മേഖലകളുണ്ട്. ഇടപെടണേ. കുടുംബത്തിലും സംഭവത്തിലുമൊക്കെ ഞാൻ ആയിരിക്കുന്ന എല്ലാ വേദിയിലും നിന്റെ ഇടപെടലുണ്ടാകട്ടെ. ആത്മാവിലെന്നോടും ഇടപെടണേ. വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലാണ് ഈശോ സ്പർശിക്കേണ്ടത്, ഈശോ ഇടപെടേണ്ടത്?
രോഗാവസ്ഥയായിരിക്കാം, സാമ്പത്തിക മേഖലയായിരിക്കാം, ജോലിയില്ലാത്ത സാഹചര്യമായിരിക്കാം, കുടുംബ പ്രശ്നമായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ആകുലതയായിരിക്കാം, ജീവിത പങ്കാളിയുമായിട്ടുള്ള അകൽച്ചയായിരിക്കാം, നിൻ്റെ ആത്മീയ ജീവിതത്തിലെ പതർച്ചയായിരിക്കാം, ആത്മാവിൻ്റെ കൃപകൾ കിട്ടാത്ത മേഖലയായിരിക്കാം. ഏതുമാകട്ടെ, എന്തുമാകട്ടെ, നീ ഉള്ളു തുറന്ന് ഹൃദയത്തിൽ ആഗ്രഹത്തോടെ ഈശോയോട് പ്രാർത്ഥിക്കുക. ആഴത്തിൽ ഒന്ന് ഇടപെടണമേ എന്ന്. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഒരു വാക്ക് അരുളി ചെയ്താൽ മതി, സൗഖ്യമുണ്ടാകും. നിന്റെ ശക്തിക്ക് മുന്നിൽ മറ്റെല്ലാ തിന്മയുടെ ശക്തിയും നിർവീര്യമാകും. നിന്റെ അധികാരത്തിന് മുമ്പിൽ മറ്റെല്ലാ അധികാരികളും നിഷ്പ്രഭമാവും. ഈശോയെ ഇടപെടണമേ. ഈശോയെ സ്പർശിക്കണമേ. ഈശോയെ വിശുദ്ധീകരിക്കണമേ. ഈശോയെ വീണ്ടെടുക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോയെ അവിടുത്തെ സ്പർശിക്കുന്നതിനോട് നന്ദി പറയുന്നു. അവിടുന്ന് ഇപ്പോൾ ഈ ആരാധനായിരിക്കുന്ന ഓരോ മകനെ മകളെ അനുഗ്രഹിക്കുന്ന നന്ദി പറയുന്നു. അവരുടെ ജീവിതത്തിലെ കർത്താവ് ഏറ്റവും വേദനിക്കുന്ന അവസരങ്ങളിലെ അനുഭവങ്ങളിലേക്ക് നിന്റെ കൃപ ഒഴുക്കുന്നതിനോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, എല്ലാ മഹത്വം നിനക്ക് തന്നെ ഉണ്ടാകട്ടെ. ഈശോയെ, നീ ഇടപെടുമ്പോൾ എത്രയോ സൗഖ്യമുണ്ടാകുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങൾ സംഭവിക്കുന്നു. കർത്താവ് വലിയ വിടുതലുണ്ടാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൽ നിന്റെ അധികാരം മാത്രം, അധികാരത്തിന്റെ ശക്തിയിൽ ബാക്കി എല്ലാം മാറി നിൽക്കുന്നു. കർത്താവിൽ നീ കൽപ്പിക്കുമ്പോൾ അതവിടെ സംഭവിക്കുന്നു, എല്ലാം അതിനനുസരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ ഇത് കാറ്റിനെയും കടലിനെയും അവൻ ശാസിക്കുന്നു, അതും അവയെ അനുസരിക്കുന്നല്ലോ. ഈശോയെ, നിന്നെ അനുസരിക്കുന്ന എല്ലാവരും കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുറപ്പാടിന്റെ പുസ്തകത്തില് 33-ാം അധ്യായത്തിലെ 16-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും വ്യത്യസ്തരായിരിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ആയിരിക്കുവൻ എന്ന് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നെന്ന് പറയുന്നത്, ഈശോയുടെ സാന്നിധ്യം എപ്പോൾ ആർക്ക് അനുഭവിക്കുന്നു അവർ വ്യത്യസ്തരായിരിക്കേണ്ടവരാണ്. മറ്റുള്ളവരെ പോലെ അല്ല അവർ ജീവിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം അവർ സുവിശേഷത്തിലെ യേശുവിനെ അനുഗമിക്കുന്നവരാണ്. മറ്റൊരു മാനദണ്ഡവും അവരുടെ മുമ്പിലില്ല. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ നിയമാവലിയിൽ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: നിസാര സഹോദരന്മാരുടെ ജീവിതവും നിയമവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുക. ഇന്ന് ലോകത്തിന് ആവശ്യം സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെയാണ്. ഇന്നത്തെ ലോകത്തിന് വെളിച്ചമെന്ന് പറയുന്നത് സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. ഒരുപക്ഷെ നമ്മുടെ മറ്റെല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയിൽ, യേശുവിൻ്റെ അനുഗാമി എന്ന നിലയിൽ ഓരോ വ്യക്തിയും ആഗ്രഹിക്കേണ്ടത് സുവിശേഷം അനുസരിച്ച് ജീവിക്കാനാണ്. അതുകൊണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഈശോ ഇങ്ങനെയാണ് പറയുന്നത്, 15-ാം അധ്യായത്തിലെ 16-ാം വാക്യം: നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുവിൻ, നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫലം എന്നും നിലനിൽക്കും. അപ്പൊ ഫലം പുറപ്പെടുവിക്കുക, അത് നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുക. ഈശോ തെരഞ്ഞെടുത്തിരിക്കുന്നത്, ഈശോ കൂടെ വസിക്കുന്നത് അതിനു വേണ്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തത ഉണ്ടാവും. നമ്മുടെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, നമ്മുടെ ചിന്തയിൽ, ഇവൻ നമ്മുടെ ഭാവത്തിലും നോട്ടത്തിൽ പോലും എന്തോ വ്യത്യസ്തതയുണ്ട്. ദിവ്യകാരുണ്യത്തെ കണ്ട കണ്ണുകൾ, ഈശോയെ കേട്ട കാതുകൾ വെച്ച് ഇനി കേൾക്കുന്നതും ഇനി കാണുന്നതും ഇനി സംസാരിക്കുന്നതും പഴയതുപോലെ ആയിരിക്കാൻ പാടില്ല. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്.
ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറയുന്നത്. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നേടിയ വ്യക്തി ലോകത്തിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെയല്ല. ഈശോ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, ഇവർ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, മറിച്ച് ലോകത്തിൻ്റെ സ്വാധീനത്തിൽ വരാതിരിക്കട്ടെ. ഇതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഈശോ കൂടെയിരിക്കാൻ ആവശ്യപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തതയുണ്ടെന്ന് കാണിക്കാനാണ്. ഈശോ കൂടെയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ, ഈശോ വസിക്കുന്ന കുടുംബത്തിൽ, ഈശോ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൽ എന്തെല്ലാമോ പ്രത്യേകതകളുണ്ട്, വ്യത്യസ്തതയുണ്ട്. ഫ്രഞ്ച് നാടകൃത്തും എഴുത്തുകാരനുമായ പോൾ കൗഡൽ ഒരിക്കൽ ഇങ്ങനെയാണ് എഴുതിയത്: ക്രിസ്തുവിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ മാത്രമേ പറയാവൂ. ശരിയാണ്, ക്രിസ്തുവിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ മാത്രമേ പറയാവൂ. വെറുതെ ഇടിച്ചു കയറി സ്ഥാനത്തും അസ്ഥാനത്തും പറയരുത്. തുടർന്ന് അദ്ദേഹം എഴുതുകയാണ്, ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവർ ചോദിക്കത്തക്ക വിധം നന്നായി ജീവിക്കുക. അതാണ് പ്രധാനപ്പെട്ടത്. ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവർ ചോദിക്കത്തക്ക വിധം നന്നായി ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോ അതാ ആഗ്രഹിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെ ജീവിതം കണ്ട്, വാക്ക് കേട്ട്, നമ്മുടെ പ്രവൃത്തി കണ്ട് ക്രിസ്തുവിനെ മറ്റുള്ളവർ ചോദിക്കണം, അറിയണം, ക്രിസ്തുവിലേക്ക് അവർ വരണം. ഇതാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. ഇതിനുവേണ്ടി ഈശോ നമ്മൾ വിളിച്ചിരിക്കുന്നത്, ഇതിനുവേണ്ടി ഈശോ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങളുയർത്തി നമുക്ക് ഈ ഒരു ജീവിത ലക്ഷ്യത്തിന് വേണ്ടി ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവർ ചോദിക്കത്തക്ക വിധം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ബന്ധങ്ങളിൽ നന്മയുണ്ടാകുവാൻ, വിശുദ്ധിയുണ്ടാകുവാൻ, ദൈവിക ഇടപെടലുണ്ടാകുവാൻ ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. മഹത്വപ്പെടുന്ന ഈശോയെ, അങ്ങയുടെ ശക്തിയും അനുഗ്രഹം ഞങ്ങളിലേക്ക് ഒഴുകട്ടെ. അങ്ങയുടെ സ്പർശനം ഞങ്ങളിലേക്ക് ഉണ്ടാകട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും കടന്നു വരാതിരിക്കട്ടെ. ഈശോ അനുവദിക്കാത്ത ഒന്നും ഞങ്ങൾ നിയന്ത്രിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, അങ്ങ് രാജാവായി വാഴണമേ, അങ്ങ് കർത്താവായി ഭരിക്കണമേ, സകലതും അങ്ങ് നിയന്ത്രിക്കണമേ. എൻ്റെ വ്യക്തി ജീവിതത്തെയും കുടുംബത്തെയും സമൂഹത്തെയും എൻ്റെ ശുശ്രൂഷകളെയും എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഈശോ നിയന്ത്രിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകം മുഴുവനെയും ആശീർവദിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.